ഈ അടുത്ത് എന്നെ കാണിക്കാൻ വന്ന ഒരു ചെറുപ്രായമുള്ള സ്ത്രീക്ക് വിട്ടുമാറാത്ത തലവേദന, അതുപോലെ ക്ഷീണം, അവരുടെ BP കുറയുന്നേയില്ല. അതിൻ്റെ ഒരു കാരണം ഞാൻ തേടിപ്പോയപ്പോൾ കണ്ടെത്തിയത് വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. ഈ സ്ത്രീ സ്ഥിരമായിട്ട് ഫെയർനെസ് ക്രീം ഉപയോഗിക്കുന്നുണ്ട്, നെയിൽ പോളിഷും നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ഹെയർ സ്ട്രൈറ്റനിങ് കെമിക്കലായിട്ട് ചെയ്യുന്നുണ്ട്. പഠനങ്ങൾ കാണിക്കുന്നത് ഇതുപോലുള്ള പല കെമിക്കൽസും രക്തധമനികൾക്ക് കേടുണ്ടാക്കുന്നുണ്ട്, അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഹോർമോണിന്റെ ബാലൻസ് തെറ്റിക്കുന്നുണ്ട്. എന്തിനേറെ BP കൂട്ടാനും ഹൃദ്രോഗത്തിനും വരെ കാരണമായേക്കാം. ഇതുപോലുള്ള കോസ്മെറ്റിക്കുകൾ പലതും തൊലിയിലൂടെയും വായുവിലൂടെയും നമ്മുടെ രക്തത്തിലേക്ക് പെട്ടെന്ന് തന്നെ കലർന്നു ചേരുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രം. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഡിയോഡറൻറ്റുകൾ, പെർഫ്യൂമുകൾ, നെയിൽ പോളിഷുകൾ, ഷാമ്പുകൾ, ലോഷനുകൾ, ഷേവിംഗ് ജെല്ലുകൾ, ആൻറ്റി ബാക്ടീരിയൽ സോപ്പുകൾ, ഇതിനകത്തൊക്കെ രക്തധമനികളെ കേടുവരുത്താൻ കാരണമായേക്കാവുന്ന കെമിക്കൽസ് ഉണ്ടെന്ന് എത്ര പേർക്കറിയാം? ഇങ്ങനെ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന 5 കെമിക്കൽസുകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് ഫ്താലേറ്റുകളാണ്. ഇത് ഉപയോഗിക്കുന്നത് സുഗന്ധം കുറെ നേരം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പെർഫ്യൂമുകളിലുണ്ട്, ഡിയോഡറൻസിലുണ്ട്, നെയിൽ പോളിഷിലുണ്ട്, ഹെയർ സ്പ്രേയിലുണ്ട്. ഇതൊരു എൻഡോക്രൈൻ ഡിസ്റപ്റ്ററാണ്. നമ്മുടെ ശരീരത്തിലെ ഹോർമോണിന്റെ ബാലൻസ് തകർക്കാൻ ഇതിന് കഴിവുണ്ട്. അത് കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നുണ്ട്, BP കൂടുന്നുണ്ട്, രക്തധമനികളുടെ ഇലാസ്റ്റികത നഷ്ടപ്പെടുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രധാന ലക്ഷണം BP കൂടുക, ക്ഷീണം വരിക, ചെറുപ്പത്തിൽ തന്നെ പ്രമേഹം സംഭവിക്കുക. രണ്ടാമത്തെ കെമിക്കലാണ് പാരാബെൻ. ഇത് ലോഷനുകളില്, ഷേവിംഗ് ജെല്ലില്, ഷാംപൂയില്, മോയ്സ്ചറൈസറില്, ഫെയർനെസ് ക്രീമിലൊക്കെ ഉണ്ട്. ഇതൊരു പ്രിസർവേറ്റീവ് ആണ്. ഇത് നമ്മുടെ ശരീരത്തിലെ ഇസ്ട്രോജന്റെയും ടെസ്റ്റോസ്റ്റിറോണിന്റെയും ബാലൻസ് തെറ്റിക്കുന്നുണ്ട്. അതുവഴി ഓക്സിഡേറ്റീവ് ഡാമേജ് കൂടുന്നുണ്ട്, രക്തധമനികളുടെ നീർക്കെട്ട് സംഭവിക്കാം. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഹോർമോൺ പ്രശ്നങ്ങൾ സംഭവിക്കുക, വണ്ണം കൂടുക, BP കൂടുക. മൂന്നാമത്തേത് ട്രൈക്ലോസാൻ. ഇത് ആന്റി ബാക്ടീരിയൽ സോപ്പിലും ടൂത്ത് പേസ്റ്റിലൊക്കെ കാണാം. ഇത് ശരീരത്തിലെ തൈറോയ്ഡ് ഹോർമോണിനെ താളം തെറ്റിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൃദയ മാംസപേശികളുടെ മിടിപ്പിനെയും ബാധിക്കാം. ഇതിന്റെ ലക്ഷണങ്ങൾ വിട്ടുമാറാത്ത ക്ഷീണം, നെഞ്ചിടിപ്പ് തുടങ്ങിയവയാണ്. നാലാമത്തേത് ഫോർമാൽഡിഹൈഡ് ആണ്. ഇത് ഹെയർ സ്ട്രൈറ്റനിങ് പ്രൊഡക്റ്റില്, നെയിൽ പോളിഷില്, ഐലാഷ് ഗ്ലൂലൊക്കെ ഉണ്ട്. ഇത് ശ്വാസത്തിലൂടെ കിടക്കുകയാണെങ്കിൽ ശരീരത്തിലെ രക്തധമനികളിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് സംഭവിക്കാം, എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ സംഭവിക്കാം, വിട്ടുമാറാത്ത തലവേദന, തലകറക്കം, ക്ഷീണം, ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. അഞ്ചാമത്തേത് ഹെവി മെറ്റൽസ് ആണ്. ഇത് കൂടുതലും ഡാർക്ക് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കുകളിൽ, കൺമഷികളിൽ, ഹെയർ ഡൈയിലൊക്കെ കാണാം. ഇത് രക്തധമനികളുടെ കട്ടി കൂട്ടാൻ സാധ്യതയുണ്ട്, ഹൃദയത്തിന്റെ മിടിപ്പിന് താളം തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ലക്ഷണങ്ങളായിട്ട് കൈകാൽ തരിപ്പ് വരാം, അമിതമായിട്ട് BP കൂടാം, തലച്ചോറിനൊരു മന്ദപ്പ് അനുഭവപ്പെടാം. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കോസ്മെറ്റിക്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ലാബിൽ വായിക്കുക. അത് പാരബൻ ഫ്രീ ആണോ, ഫ്താലേറ്റ് ഫ്രീ ആണോ എന്ന് നോക്കി വാങ്ങിക്കുക. അതുപോലെ തന്നെ EWG വെരിഫൈഡ് ആണോ നോക്കുക. കോസ്മെറ്റിക്സ് ആവശ്യഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കുക. അമിത ഉപയോഗം തീർച്ചയായിട്ടും ഒഴിവാക്കുക.